രണ്ടുപേരും ഇനി ഇങ്ങനെ വിട്ടുവെച്ചാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരുടെയും കല്യാണം നടത്തണം. എന്താ ഋഷിയുടെ അഭിപ്രായം? കല്യാണം കഴിഞ്ഞിട്ടും ഇവർക്ക് പഠിക്കുകയൊക്കെ ചെയ്യാമല്ലോ. എന്റെ ഇന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉറപ്പിച്ചു. ഇവർ രണ്ടുപേരുടെയും എത്രയും പെട്ടെന്ന് മാരേജ് നടത്താം. പിള്ളേരെ നിങ്ങൾ ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഞാൻ ഇത് ഉറപ്പിച്ചു കഴിക്കുന്നു. അതിന് ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് നോക്കിയാ അല്ലേ? എന്താ അവന്റെ എത്ര പെട്ടെന്ന് അവൻ സമ്മതിച്ചത്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ക്ഷണിക്കാൻ നോക്കിക്കോ. നെക്സ്റ്റ് വീക്കിൽ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കാം. എന്തായാലും നിങ്ങൾ രണ്ടിടത്തിന് സമ്മതിച്ചെത്തിരിക്കുന്നു. എത്ര പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കല്യാണേ. എന്നാലും നിങ്ങൾ രണ്ടിടത്തിന് സമ്മതിക്കണം. കല്യാണോ? ആരുടെ? ഞാൻ ഹാപ്പി ആയതായാലും നല്ല സദ്യ, അടിപൊളി പായസമൊക്കെ കഴിക്കാമല്ലോ. എന്റെ ധ്രുവ അഭി, നമുക്ക് ഈ കല്യാണം അടിച്ചു പൊളിക്കണം. ധ്രുവയുടെ അഭിയുടെ കല്യാണം? നോ, ഇവന് തിന്നാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു മറ്റേ കാര്യം മാത്രമേ വിചാരമുള്ളൂ. എടാ, ഇവന്മാരെ കല്യാണം നിങ്ങൾക്ക് അത്ഭുതമൊന്നും തോന്നില്ല? നമ്മുടെ പേരൻസ് ഒക്കെ നമ്മൾ ഇവരുടെ പ്ലേറ്റ് ചെയ്യുന്ന കണ്ടാൽ തന്നെ ആ ചൂടിലിട്ടിട്ട് കടിക്കും. ഇവന്മാരെയൊക്കെ കല്യാണം എന്ന കാര്യത്തി ഒരു കുഴപ്പമില്ല. അങ്കിൾ നാട്ടിക്കും. ഡേഡേ മതിയുടെ സദ്യയൊക്കെ നമുക്ക് നടത്താം. ഇതൊന്നാമത് ഡാഡി മമ്മി കൂടി എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ഇതിലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നു മക്കളെ, അമ്മയും ഡാഡിയും കൂടിയിട്ടാണ് നിർബന്ധിച്ച് കല്യാണക്കാരൻ പറഞ്ഞത്. സദ്യയൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം. സദ്യയൊക്കെ നിന്റെ ഫ്രണ്ട്സ് കഴിക്കും. അത് കല്യാണത്തിന്റെ ആവില്ല, നിന്റെ പൊന്നാരാബിയുടെ അടിയന്തരത്തിൻ്റെയോ. അവനെ ഞാൻ ഇനി ജീവനോടെ വെച്ചേക്കില്ല. രുദ്ര ആരാണെന്ന് നീ ശരിക്കും അറിയൂ. ധ്രുവ എന്റേതാ. എടാ, നീ എന്താ ഈ വെളിക്കിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ടിരിക്കുന്നേ? ഒരു സ്ഥലത്ത് ഇരിക്കട ചെറുക്ക. എടാ ധ്രുവ, എന്താടാ പറ്റി? എന്താ ഉണ്ടായി? അമ്മ അഭി ഇതിലോട്ടും വന്നില്ല. കുറെ നേരമായി പോയിട്ട്. രാത്രിയായി തുടങ്ങിയില്ലേ? എടാ, നീ എന്തിനാ ഇത്ര അവലാതിപ്പെടുന്ന അവനെ ഓർത്ത്? അവനൊരു ആൺകുട്ടിയല്ലേ? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ തന്നെ രാത്രി സമയത്ത് വർക്കൊക്കെ കഴിഞ്ഞ് വരുന്നു പേടിയില്ലാതെ. നീ കിടന്ന് പേടിക്കുന്ന എന്തിനാ ചെറുക്ക? അവൻ വന്നോളൂ. എന്റെ പൊന്നു ഡാഡാ, അവൻ വന്നോളൂ, എനിക്കറിയാം. എന്നാലും എന്നറിയില്ല, ഇന്നൊരു പേടി. ഒന്നാമത് അവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആയി കിടക്കാം. അതുകൊണ്ടാ അവന്റെ ഒരു പേടി കണ്ടില്ലേ? പിന്നെ ഋഷിന്റെ സ്വഭാവം ശരിക്കും അവനെ കേട്ടിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ഹസ്ബൻഡ്. രാത്രിയായി തുടങ്ങി. ഞാനിന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ധ്രുവനെ കൊല്ലും. വണ്ടി എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. ധ്രുവല്ല, നീ എന്റെ കൈകൊണ്ട് മരിക്കാൻ വേണം. ഞാനിന്നിപ്പോ എന്ത് ചെയ്യും? നടന്നേക്കാം. നിന്റെ അവസാനത്തേക്കുള്ള യാത്രയാണ് അഭേദ. ഹായ് അബി, ഞാൻ നിന്നിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ എന്ത് ചെയ്യാം, നീ എൻ്റെ ധ്രുവയെ തട്ടിയെടുക്കാൻ നോക്കിയാൽ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. നീ തിരിച്ചു വരാതിരിക്കട്ടെ. തിരിച്ചു വന്നാൽ വീണ്ടും നിന്റെ മരണത്തിലേക്കാക്കി എനിക്ക് മടിയില്ല. ഡോക്ടർ, സോറി. ഡോക്ടർ, ഞങ്ങളുടെ അഭി, അവന് പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ അവയെ കണ്ടോട്ടെ. ഐ എം സോറി, ഹീസ് നോ മോർ. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷേ ഇവിടെ എത്തി മീറ്റിങ്ങുകൾക്കൊക്കെ മുന്നേ ആക്സിഡൻ്റ് ആയിട്ടപ്പോൾ തലയ്ക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ബ്ലീഡിങ് നന്നായിട്ടുണ്ടായിരുന്നു. മണിക്കൂർക്ക് ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഐ എം സോറി മിസ്റ്റർ ഋഷി. ധ്രുവ, മോനെ വാ, നമുക്ക് അഭിയെ കാണണ്ടേ? നീ എനിക്ക് ധ്രുവ ധ്രുവ, എന്തെങ്കിലും ഒന്ന് പറയടാ. നീ എണീറ്റ് വാ. അമ്മീനെ വിളിച്ചെണീക്കും. അമ്മ എനിക്ക് കാണണ്ട. എൻ്റെ അടുത്ത് പ്രോമിസ് തന്നതാ. എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞാലും ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുന്നു. പകുതിക്ക് വെച്ച് ഇട്ടുപോയി. His life, I don't like it. I hate it. I don't want to talk
എന്തിനാ അമ്മ നീ എന്നെ വിട്ടു പോയത്? ഇത്ര നാളെ എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നല്ലടാ. ചെറുപ്പം മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലടാ നീ. എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ? ധ്രുവ, എത്ര നാള് നീ ഇങ്ങനെ ഇരിക്കും, ഒന്നും കഴിക്കാതെ എങ്ങും പോവാതെ വീട്ടിനകത്ത് അടഞ്ഞുകൂടി ഇരിക്കുന്നേ? നീ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. നിന്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നതല്ലേ, അതുപോലെ നീ കോളേജിൽ പോയി തുടങ്ങ്. മമ്മ, എനിക്കിപ്പൊന്നും വേണ്ട. പിന്നെ ഞാൻ കോളേജിൽ പോകേണ്ട കാര്യം ആലോചിക്കാം. എന്നെ തനിച്ച് വിടുന്നമ്മ. ഞാൻ അപ്പിയുടെ റൂമിൽ പോട്ടെ. എങ്ങനെ ധ്രുവ നിന്നെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത്? അഭി, നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ ധ്രുവ ഓരോ ദിവസം കഴിയും തോറും ഒറ്റയ്ക്കായി കൊണ്ടിരിക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. എൻ്റെ അഭി എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എൻ്റെ ധ്രുവയും കൂടി. അഭി, എനിക്ക് അറിയില്ലടാ എങ്ങനെയാണ് നിന്റെ ധ്രുവയെ തിരിച്ചു കൊണ്ടുവരാന്ന്. തനിക്ക് വേണ്ട എമൗണ്ട് ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാം. പിന്നെ എത്രയും പെട്ടെന്ന് ആ CCTV ക്യാമറയിലെ വിഷ്വൽസ് റിമൂവ് ചെയ്തിരിക്കണം. അത് പോലീസിൻ്റെ കയ്യിലെത്തിയ അബിയുടെ ആക്സിഡൻറ്റ് അത് മർഡറായി മാറും. അതെൻ്റെ തലവരെ ഞാൻ അനുവദിക്കില്ല. അഭി, അഭി അയാൾ കൊന്നതാണോ? ഈശ്വര. ധ്രുവ, ഫോൺ എടുക്ക് ധ്രുവ. ഹലോ ധ്രുവ, ധ്രുവ ഞാൻ. ആ, എന്ത് പറ്റി? എന്താ കാർത്തു? എന്തിനാ നീ കരയുന്നേ? എന്ത് പറ്റി? ധ്രുവ, ധ്രുവ നീ അതെ അതെ ധ്രുവ, അഭിയുടെ മരണം അത് സാധാരണ മരണമല്ല. അഭിയെ കൊന്നതാ. ധ്രുവ, ധ്രുവ നീ കേൾക്കുന്നുണ്ട്? എന്താ നീ പറയുന്ന? അബിയുടെ മരണം എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഹലോ ഹലോ, എന്താ പറ്റിയേ? എന്തിനാ നീ കരയുന്നേ? ഓ മൈ ഗോഡ്, എന്തോ പ്രശ്നമുണ്ടല്ലോ. ആഹാ, കാർത്തികനോട് ധ്രുവ വിളിക്കുകയാണോ? ധ്രുവ നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ അബിയെ ഞാനാ കൊന്നതെന്ന് നീ എന്തിനാ അവൻ്റെ അടുത്ത് പറയാൻ നിൽക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഭർത്താവ്? എൻ്റെ ഭർത്താവല്ല നീ. എനിക്ക് നിന്നെ ഭർത്താവായിട്ട് വേണ്ട. ഞാനിവിടെ വന്നത് എൻ്റെ മോന് വേണ്ടിയാ. നിന്നെപ്പോലെ ഒരു ഡെവലിൻ്റെ അടുത്ത് എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ താല്പര്യമല്ല. നിനക്ക് മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും വിലയൊന്നും അറിയില്ല. നിനക്ക് നിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നീ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാവരുടെ അടുത്തും തുറന്ന് പറയും, നീയാണ് അഭിയെ കൊന്നതെന്ന്. മിണ്ടാതിരിയുടെ പാമോടി ഇരുന്നോണം. കൊന്നുകളഞ്ഞാൽ അതടി ഞാൻ തന്നെ അവനെ കൊന്നത്. ഞാൻ അബിയെ കൊന്നത്. നിനക്ക് എന്താടി ഇത്ര തിളപ്പ്? അവൻ നിന്റെ ആരാടി? അവൻ നിന്റെ ആരായാലും എനിക്കൊന്നുമില്ല. ഐ ഡോണ്ട് കെയർ. ബട്ട് ധ്രുവ, അവന് നിനക്ക് എങ്ങനെ അറിയാം? ആരാടി നിന്റെ അവൻ? വല്ല മറ്റവന്റെ സ്ഥാനം വല്ലതാണോ? എന്നും നിന്നെ ഇവിടെ ഞാൻ തീർക്കും. ഞാൻ പറയില്ല ധ്രുവ എൻ്റെ ആരാണെന്നുള്ളത്, അഭി എൻ്റെ ആരാന്നുള്ളത്. അവരൊക്കെ എനിക്ക് എത്ര വേണ്ടപ്പെട്ടവരാകുന്നത്. നീ എന്തിനാ അഭിയെ കൊന്നത്? ധ്രുവോട് ഞാൻ പറയും, അവൻ തീർക്കും നിന്നെ. നീ അവന്റെ അടുത്തത് പറയുന്നതിന് മുമ്പ് നിന്നെ ഞാൻ ജീവനോടെ വെച്ചിട്ട് വേണ്ടേ? അങ്ങ് ചത്ത് പൂടി അങ്ങ് പറലാവത്തേക്ക്. കാർത്തിക, കാർത്തിക, എന്താ പറ്റി? ഒന്നുമില്ല. ധ്രുവ, അവൻ അഭിയെ കൊന്നതാ. അവനെ ആക്സിഡന്റ് ആക്കിയത് അഭിയെ. നീ അവനെ കൊല്ലേ. എൻ്റെ കൺമുന്നിൽ അവനെ. കാർത്തിക, പ്ലീസ് ഓപ്പൺ യുവർ ഐസ്. ഡോണ്ട് ക്ലോസ് യുവർ ഐസ്. അബി എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി എനിക്ക് മറ്റാരെയും നഷ്ടപ്പെടാൻ വയ്യ. നീ കണ്ണു താഴ്ന്നിരിക്കെ. അവന് നിന്റെ കൺമുന്നിൽ ഞാൻ തീർത്തിരിക്കും. ഐ കാൻറ്റ് ബിലീവ്. എൻ്റെ വൈഫ് കാർത്തികയായിട്ട് ധ്രുവ നിനക്ക് ഇങ്ങനെ എത്ര അറ്റാച്ച്മെന്റ്? അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ലടാ. എൻ്റെ അബിയെ കൊന്നിട്ട് എൻ്റെ മുന്നിൽ വന്നു നിൽക്കാൻ നിനക്ക് എത്ര ധൈര്യം ഉണ്ടടാ? എല്ലാവരും വേദനിപ്പിക്കും. നിനക്ക് വേദന എന്താണെന്ന് ഞാൻ ശരിക്കും അറിയിച്ചു തരാം. വേണ്ട. എന്തിനാ ബേബി നീ ഇതിനൊക്കെ നിൽക്കുന്നത്? നമ്മൾ തമ്മിലുള്ള നല്ലൊരു ബന്ധം അവസാനിപ്പിക്കണം ബേബി. എന്ത് തേയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം? നിന്നെ ഞാൻ ബേബി, നീ എന്നെ ഇപ്പൊ വേദനിപ്പിച്ചു. ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ച് ഞാൻ തിരിച്ചടിച്ചിരിക്കുന്നില്ല.
തിരിച്ചടിക്കടാ നീ. നീ എത്ര എന്നെ അടിക്കുന്നോ അതിന് ഇരട്ടിയൊക്കെ ഇരട്ടി ഞാൻ നിനക്ക് തന്നിരിക്കടാ. ഇന്ന് നിന്നെ തീർക്കും ഞാൻ. അയ്യോ കാർത്തിക, എഴുന്നേക്ക് കാർത്തിക. ധ്രുവ, ഞാനിനി ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. ഒരു വാക്ക് മാത്രം എൻ്റെ മോനെ നീ നോക്ക. കാർത്തിക, കാർത്തിക. മോനെ ധ്രുവ, എന്താടാ ഇത്? അയ്യോ മോനെ, നിന്റെ മേത്തൊക്കെ എന്താ ചോര? പിന്നെ ഏതാടാ ഈ കുട്ടി? ധ്രുവ, എന്താടാ പറ്റി? മമ്മ, ഇനി മുതൽ രൂപേഷിനെ ഞാനാണ് വളർത്തുന്നത്. നമ്മുടെ വീട്ടില് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് വിരോധം ധ്രുവ? അവൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ആ കുഞ്ഞെന്ത് പിഴച്ചു? പാവം കാർത്തിക മോള്. അത് വിട് മോനെ. മോനെ, ഈ ആൻറ്റി ഫുഡ് തരട്ടെ? വിശക്കുന്നുണ്ടാവില്ലേ? ആ വിശക്കുണ്ട്. ആൻറ്റി, എന്തിനാ ഹാൻസ് അങ്ങനെ കരയുന്നേ? പിന്നെ എൻ്റെ ഡാഡിയും അമ്മയൊക്കെ എവിടെ? രൂപേഷ്, ഡാഡി മമ്മി ദൂരെ ഒരു യാത്രയ്ക്ക് പോയിക്കാം. തിരിച്ചു വരാത്തൊരു യാത്രയ്ക്ക്. അതുവരയ്ക്ക് ഈ ആൻസമിൻ്റെ അപ്പ രൂപേഷ് വന്നിക്കാൻ പോകുന്നത്. വാ, വല്ലതും കഴിച്ചിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. മിസ്റ്റർ ഹാൻസ് എന്തിനാ അബി അങ്കിളിൻ്റെ ഫോട്ടോ നോക്കി കരയുന്നേ? അപ്പിയങ്കിള് ആൻസത്തിനെ വിട്ട് പോയി ദൂരെ ഒരു വഴിക്ക്, ഒരിക്കലും തിരിച്ചു വരാത്തൊരു വഴിക്ക്. എന്നാലും അബിയുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. മോനെ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്, കിടന്നോ. മിസ്റ്റർ ഹാൻസം ഉറങ്ങിയോ? മിസ്റ്റർ ഹാൻസം ഉറങ്ങിയോ? കരയണ്ട കേട്ടോ. ഇനി ഞാനല്ലേ. ഇനി മിസ്റ്റർ ഹാൻസത്തിനെ ഒരിക്കലും ഞാൻ കരയിപ്പിക്കില്ല. ആരെയും കരയിപ്പിക്കാൻ അനുവദിക്കില്ല. പിന്നെ അബിയങ്കിൾ ഇനി തിരിച്ചു വരില്ല. തിരിച്ചു വന്നാലും ഞാൻ മിസ്റ്റർ ഹാൻസത്തിനെ വിട്ടു കൊടുക്കില്ല. എൻ്റേത് മാത്ര. ഞാൻ എൻ്റെ ഡാഡിക്ക് പോലും മിസ്റ്റർ ഹാൻസത്തിനെ വിട്ടുകൊടുത്തില്ലല്ലോ. അബിയങ്കിളിനെ മറന്നേക്ക്. അബിയങ്കിള് നല്ലതാ. പക്ഷേ ഹാൻസ് എൻ്റേത് മാത്ര. ഈ രൂപേഷിൻ്റെ മാത്ര. ധ്രുവ, ബിജുവിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് കൂടിയാണ്. ദ റിയൽ ലവ് സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്. ബിജുവിൻ ദം